തെളിവെടുപ്പെന്ന് പറയുമ്പോൾ അത് ഒട്ടും വൈകാൻ പാടില്ല. പലയിടങ്ങളിൽ പോകേണ്ടതുണ്ട്. ബംഗളൂരുവിൽ, ഹൈദരാബാദിൽ, ചെന്നൈയിൽ ഈ മൂന്നിടങ്ങളിലുമൊക്കെ തെളിവെടുപ്പ് വിശദമായി തന്നെ നടത്തേണ്ടതുണ്ട്. അതുകൊണ്ട് ഒട്ടും വൈകാതെ തന്നെ ഷഫീദ് പറഞ്ഞതുപോലെ അവരുടെ നടപടികളിലേക്ക് അവർ കടക്കുമെന്ന് തന്നെ കരുതണം, അല്ലേ? ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിന്റെ തെളിവ് നശിപ്പിക്കലടക്കമുള്ള കാര്യങ്ങൾ നടന്നിട്ടുണ്ട് എന്ന തരത്തിലുള്ള സംശയം അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിട്ടുണ്ട്. അത് വളരെ കാഷ്വലി നമ്മളൊരു അന്വേഷണ ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുന്ന ഘട്ടത്തിൽ അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞൊരു കാര്യം, ഈ ഇടക്കാല റിപ്പോർട്ട് വിജിലൻസ് സമർപ്പിച്ച ശേഷം ഉണ്ടായിരുന്ന ഗ്യാപ്പിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ചെന്നൈയിലേക്ക് എത്തി ഈ സ്മാർട്ട് ക്രിയേഷൻ സിഇഒ പങ്കജ് ഭണ്ഡാരിയുമായിട്ടടക്കം കൂടിക്കാഴ്ച നടത്തിയോ എന്നൊക്കെയുള്ള സംശയങ്ങൾ അന്വേഷണ സംഘത്തിനുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവരുടെ മൊഴി, അതായത് അതിനുശേഷം ദേവസ്വം വിജിലൻസിൽ തന്നെ ദേവസ്വം വിജിലൻസ് അന്തിമ റിപ്പോർട്ട് കൊടുക്കും മുൻപ് അതിന് തൊട്ട് തലേ ദിവസം ഈ പങ്കജ് ഭണ്ഡാരി ദേവസ്വം ആസ്ഥാനത്തെത്തി നൽകിയ മൊഴി ഉണ്ണികൃഷ്ണൻ പോറ്റി അല്ലെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ആലോചിച്ച ശേഷമുള്ള മൊഴിയാണോ എന്നൊക്കെയുള്ള സംശയങ്ങളുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഈ സംഭവത്തിൽ, അതായത് ഈ ക്രൈമിൽ ഗൂഢാലോചന സംശയിക്കുന്നത് പോലെ തന്നെ ഈ ക്രൈം അവസാനിപ്പിക്കാൻ, അല്ലെങ്കിൽ ഈ ക്രൈം തെളിവ് നശിപ്പിക്കാനടക്കം വലിയ തരത്തിലുള്ള ആസൂത്രണം നടന്നതായി അന്വേഷണ സംഘം സംശയിക്കുന്നു. അതിന്റെ ഭാഗമായി കൂടിയാണ് വളരെ അടിയന്തരമായി ഈ തെളിവ് ശേഖരണം അല്ലെങ്കിൽ തെളിവെടുക്കൽ നടത്തണം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് അന്വേഷണ സംഘം എത്തുകയും ആ രീതിയിൽ അന്വേഷണ സംഘം ഇപ്പോൾ ഈ കസ്റ്റഡിക്ക് വേണ്ടി ആവശ്യപ്പെടുകയും കസ്റ്റഡി അനുവദിക്കുകയും ചെയ്തിട്ടുള്ളത്. ഇനിയിപ്പോൾ 13 ദിവസമുണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പം. ആരൊക്കെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പങ്കാളികൾ? ഏതെങ്കിലും തരത്തിൽ നേരത്തെ നമ്മൾ പുറത്തുവിട്ട വിവരം പോലെ ഉദ്യോഗസ്ഥരുടെ അടക്കം ഇക്കാര്യത്തിലെ പങ്കെന്ത്, ഉദ്യോഗസ്ഥരുടെ അടക്കം ഇക്കാര്യത്തിലെ നിലപാടെന്ത് അടക്കമുള്ള കാര്യങ്ങളിൽ അവരുടെ ഒരു ഇടപെടലടക്കമുള്ള കാര്യങ്ങളിൽ, അവരുടെ പങ്കടക്കമുള്ള കാര്യങ്ങളിൽ ആർക്കൊക്കെ പണം കൊടുത്തു, ഏതെങ്കിലും ഉന്നതനുണ്ടോ, ആരുടെയൊക്കെ തലയുരുളുമെന്നൊക്കെയുള്ള കാര്യങ്ങളിൽ കൂടുതൽ വിവരം വേണം. അതിനുവേണ്ടിയിട്ടാണ് അന്വേഷണ സംഘം ഇപ്പോൾ ശ്രമിക്കുന്നത്. അതിന്റെ ഭാഗമായി വളരെ നിർണായകമായ കസ്റ്റഡി ഇപ്പോൾ ലഭിക്കുന്ന, ഒരു പക്ഷേ കൂടുതൽ ചോദ്യം ചെയ്യലുണ്ടാകാം, മറ്റു ചില ആളുകളെ കൂട്ടിയിരുത്തി ചോദ്യം ചെയ്യലുണ്ടാകാം. അങ്ങനെ പലതരത്തിലുള്ള നീക്കങ്ങൾ, നാടകീയമായിട്ടുള്ള നീക്കങ്ങൾ ഉണ്ടാകാം. പക്ഷേ അതൊക്കെ രഹസ്യ സ്വഭാവത്തിലായിരിക്കും നടക്കുക എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഏതായാലും അന്വേഷണ സംഘത്തെ സംബന്ധിച്ച് അവരുടെ പ്രധാനപ്പെട്ട 2 പടികൾ കടന്നിരിക്കുന്നു. ഒന്നാമത്തേത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റ് ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തേത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ടുള്ള തെളിവെടുപ്പും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കസ്റ്റഡിയുമാണ്. അത് രണ്ടും ഇപ്പോൾ കിട്ടിയിരിക്കുന്നു. നിർണായക കസ്റ്റഡിക്ക് കോടതി അനുമതി കൊടുത്തിരിക്കുന്നു. അല്പസമയത്തിനുള്ളിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി കോടതിയുടെ പുറത്തേക്ക് വരും. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ബന്ധുക്കളടക്കം ഈ കോടതിയിലുണ്ടായിരുന്നു. സ്വാഭാവികമായും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകൻ കാര്യമായ എതിർപ്പ് പ്രകടിപ്പിച്ചില്ലെങ്കിലും അദ്ദേഹത്തിന്റെ ആരോഗ്യാവസ്ഥ അടക്കമുള്ള കാര്യങ്ങളും ചില സൗകര്യങ്ങളെക്കുറിച്ചുമൊക്കെ ആവശ്യപ്പെട്ടു തരത്തിലുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പക്ഷേ കോടതിയെ സംബന്ധിച്ച് ഈ കേസിൽ പ്രോസിക്യൂഷനും അന്വേഷണ സംഘവും പറഞ്ഞിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളായിരുന്നു ഈ കസ്റ്റഡി എന്ന് പറയപ്പെടുന്നതിന്റെ ആവശ്യകത. അത് കോടതി അംഗീകരിച്ചിരിക്കുന്നു. അങ്ങനെയാണ് കോടതി ഉണ്ണികൃഷ്ണൻ പോറ്റി ഇപ്പോൾ കസ്റ്റഡിയിലേക്ക് വിട്ടിരിക്കുന്നത്. ഈ കാര്യത്തിൽ ആദ്യ തെളിവെടുപ്പ് ബാംഗ്ലൂരിൽ എന്നുള്ള സൂചന ശരിയാകുമോ എന്ന് നമുക്കറിയില്ല. പക്ഷേ എങ്കിൽ കൂടി ബാംഗ്ലൂരിലേക്ക് കൊണ്ടുപോകാനുള്ള നീക്കം നടത്തുന്നുണ്ട്. ബാംഗ്ലൂരിലാണ് ഇതിന്റെ ഗൂഢാലോചനയുടെ പ്രധാന കേന്ദ്രം എന്ന് ഉറപ്പിക്കുന്നുണ്ട്. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇക്കാര്യത്തിൽ ഇപ്പോൾ അന്വേഷണ സംഘം സംശയിക്കുന്നത് പോലെ തന്നെ ഈ സ്മാർട്ട് ക്രിയേഷൻസിന്റെ സിഇഒ പങ്കജ് ഭണ്ഡാരി, അതേപോലെ തന്നെ നാഗേഷ്, അതേപോലെ കൽപേഷ് അടക്കമുള്ള ആളുകൾ, ഇവരൊക്കെ ആരാണ്, ഇവരുടെയൊക്കെ വെയർഅബൌട്ട്സ് എന്താണ്, ഇവരൊക്കെ എങ്ങനെയാണ് ഇതിനകത്ത് ഇൻവോൾവ് ചെയ്തിരിക്കുന്നത്, ഇവരെയൊക്കെ കോർഡിനേറ്റ് ചെയ്ത ഏതെങ്കിലും ഒരു ഉന്നതനുണ്ടോ, അല്ലെങ്കിൽ അതിന് ഒരു ആസൂത്രണം നടത്തിയ ഒരു തലയുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ അന്വേഷണ സംഘം വിശദമായി പരിശോധിക്കുകയാണ്. ഏതായാലും അതടക്കമുള്ള കാര്യങ്ങൾ വരും ദിവസങ്ങളിൽ നമുക്ക് വിവരമായി പുറത്തു വരും. പക്ഷേ വളരെ നിർണായകമായിട്ടുള്ള തെളിവെടുപ്പ്, വളരെ നിർണായകമായിട്ടുള്ള കസ്റ്റഡി, അതടക്കം കസ്റ്റഡിയുടെ സാഹചര്യത്തിൽ വളരെ നിർണായകമായിട്ടുള്ള തെളിവെടുപ്പ് നമുക്ക് പ്രതീക്ഷിക്കാം. ഏറെ പ്രധാനപ്പെട്ട ഒരു നീക്കത്തിലേക്കാണ് ഇപ്പോൾ അന്വേഷണ സംഘം കടന്നിരിക്കുന്നത്. അതാണ്, ഏതാണ്ട് 2 ആഴ്ചക്കാലം പോലീസ് കസ്റ്റഡിയിലായിരിക്കും ഉണ്ണികൃഷ്ണൻ പോറ്റി ഉണ്ടാവുക. 2 കേസുകളിലെ ഒന്നാം പ്രതിയാണ്. ഇന്നലെ രാത്രിയാണ് 10 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിന് ശേഷം ഉണ്ണികൃഷ്ണൻ പോറ്റി അറസ്റ്റിലായി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.